ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ലേഖനങ്ങളുമായി സമസ്തയുടെ മുഖപത്രങ്ങളായ സുപ്രഭാതവും സിറാജും മുസ്ലിം ജീവിതത്തെ അങ്ങേയറ്റം പരിഹാസ്യമാക്കിയ ചരിത്രമാണ് ജമാഅത്തെ ഇസ്ലാമിക്കെന്ന് സിറാജ്. നയങ്ങൾ മൂലം ഇസ്ലാമിക ശത്രുക്കൾക്ക് വഴിവെട്ടിക്കൊടുത്തതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മോശമല്ലാത്ത പങ്കുണ്ടെന്ന് സുപ്രഭാതം. മൗദൂദിയെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും വിമർശനം. ആധുനിക മതേതര ദേശീയ ജനാധിപത്യം ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണെന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഏത് നിലപാടിന്റെ പുറത്താണ് ഇപ്പോൾ മത്സര രംഗത്തുള്ളതെന്നാണ് മുസ്തഫ മുണ്ടൂപ്പാറ എഴുതിയ കറുത്ത പാട് മായ്ക്കാൻ കഴിയാതെ ജമാഅത്തെ ഇസ്ലാമി എന്ന ലേഖനത്തിൽ കൂടി സുപ്രഭാതം ചോദിക്കുന്നത്. മൗദൂദിയെ തള്ളിപ്പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ നിലപാട് ഗതികേടാണ്. രാജ്യത്തിന്റെ സാഹചര്യവും പരിസരവും മനസ്സിലാക്കാതെ രാഷ്ട്രീയ താൽപര്യത്തിനായി ഇസ്ലാമിനെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് മൗദൂദി നടത്തിയത്. ഇന്ത്യയുടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ചോദ്യം ചെയ്യാനും അതിനെതിരെ സമുദായത്തെ തിരിച്ചുവിട്ട് പ്രകോപനം സൃഷ്ടിക്കുകയുമാണ് മൗദൂദി ചെയ്തത്. മൗദൂദിയെ ഉപേക്ഷിക്കാനുള്ള കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളിലെ വൈരുദ്ധ്യങ്ങളും നിരർത്ഥകതയുമാണെന്നും എഡിറ്റോറിയൽ പേജിലെ ലേഖനം വിമർശിക്കുന്നു. മൗദൂദി ഇല്ലാത്ത ജമാഅത്ത് എന്ന തലക്കെട്ടോടെയാണ് സിറാജിലെ ലേഖനം. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതും അതിന്റെ ഭാഗമായുള്ള ജോലികൾ സ്വീകരിക്കുന്നതും നിഷിദ്ധമാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിരുന്നത്. ഒരിക്കൽ നിഷിദ്ധവും ശിർക്കുമായി കണ്ട കാര്യം പിൽക്കാലത്ത് അനുവദനീയവും ഇസ്ലാമികവുമായി മാറുന്നതിന്റെ മാനദണ്ഡം എന്താണെന്ന് ലേഖനത്തിൽ മുഹമ്മദ് അലി കിനാലൂർ ചോദിക്കുന്നു. മൗദൂദിയെ തള്ളുന്നു എന്ന് പറയുന്നവർക്ക് എത്ര കണ്ടത് സാധിക്കും? മൗദൂദിയുടെ പുസ്തകങ്ങൾ വിപണിയിൽ നിന്ന് പിൻവലിച്ചാൽ IPHന്റെ ഔട്ട്ലെറ്റുകൾ പൂട്ടേണ്ടി വരില്ലേ? മുസ്ലിം ജീവിതത്തെ അങ്ങേയറ്റം പരിഹാസമാക്കിയ 83 വർഷങ്ങളാണ് ജമാഅത്തിന്റെ ഇതപ്പര്യന്ത ചരിത്രം. മൗദൂദിയെ തള്ളുന്നവർ സംഘടനയുടെ പേരുപേക്ഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നും വിമർശനമുണ്ട്. ജനം, കോഴിക്കോട്.